ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് മുരിങ്ങയിലയും മുട്ടയും ചേർത്തുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായതും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവത്തെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ മുട്ടയും മുരിങ്ങയിലും ഉപയോഗിച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വറവ് അല്ലെങ്കിൽ തോരൻ എന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. ഇത് കഴുകി വെച്ച മുരിങ്ങയിലയാണ്. കഴുകി ചെറിയ ചെറിയ പീസാക്കി നമ്മൾ ഉതിർത്തെടുക്കുമല്ലോ, അങ്ങനെ എടുത്തിട്ടുള്ള മുരിങ്ങയിലയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉള്ളി വേണം. അതുപോലെ പച്ചമുളകോ പിന്നെ നമ്മുടെ കാന്താരി മുളകോ എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കറിവേപ്പിലയുണ്ട്, അതുപോലെ തേങ്ങയുണ്ട്. തേങ്ങയും ഉള്ളിയും കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു ഇതുള്ള വറവിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒപ്പം വെളുത്തുള്ളിയും കൂടെ ചേർത്തിരിക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഈ ഒരു 2 മുട്ടയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് സാധാരണ വറവിൽ മുട്ടയും കൂടി ഒഴിച്ച് നമ്മൾ ചെറിയ തീയിൽ അടച്ചു വെച്ച് നല്ല പാകമാകുമ്പോഴേക്ക് എടുത്ത് അങ്ങനെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇറക്കി വെക്കാൻ നേരത്ത് ഒരല്പം കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ അകത്തേക്ക് വിതറണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരിയായൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ കാന്താരി മുളകും കൂടി ചേർത്ത് എടുത്തിരിക്കുന്നത്. ഒരു അല്പം കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരല്പം കുരുമുളക് പൊടി ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മുട്ട അടിച്ച് വെച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഒരു ചീനച്ചട്ടി എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടായിയോ പാത്രങ്ങളോ എടുക്കുക. നിങ്ങൾ ഏതിലാണോ വെക്കുന്നത് അതിൽ ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. കടുക് താളിച്ചതിന് ശേഷം നമ്മൾ വറ്റൽമുളക്, കരിയാമ്പില, അങ്ങനെയുള്ള വസ്തുക്കൾ. പിന്നെ ചിലവർ അരി ഇടുമ്പോൾ നല്ല നല്ല മലര് പോലെ പൊന്തി വരും. അപ്പോൾ അതും നല്ല രസമുള്ളതാണ്, ടേസ്റ്റുള്ള സംഭവമാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഒരു വറവ് എത്രയെല്ലാം ഒരുക്കി നമ്മൾ ചെയ്യുന്നു അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ എന്തിട്ടാലും ഉപ്പിടാൻ മറന്നു പോകരുത്. ഉപ്പും നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് നല്ല രീതിക്ക് വറവായതിനു ശേഷമാണ് ഈ ഒരു ചപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു ഇലക്ക് അധികം പിന്നെ കുറേ നേരത്തെ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം നമ്മൾ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഈ വെളുത്തുള്ളി കുത്തി നമ്മൾ ചതച്ച് ചേർക്കുമല്ലോ, അങ്ങനെ ഇടിക്കല്ലിൽ ചതച്ചിട്ട് ചേർക്കുമ്പം അതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിൽ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതൊരു പച്ചമണം ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മളിതിനെ വറുത്തെടുക്കലാണ്. അപ്പോൾ വറവ് ഇടുന്ന സമയത്ത് പിന്നെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ വരും. അല്ലാണ്ട് പച്ച ഉള്ളിയിലിടുന്നതിനേക്കാളും ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലെ പിന്നെ നമുക്ക് ഉള്ളി മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഈ ഇലേൻ്റെ കൂടെ ഞരടി ചേർത്തിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഈ വറവിലേക്ക് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു കടുക് താളിച്ച് അതിൻ്റെ അടുത്ത് വറുത്തെടുത്തതിന് ശേഷം ഈ ഇല ഇതിൻ്റെ അകത്തേക്ക് ഇടാവുന്നതാണ്. നമ്മൾ എന്തുണ്ടായാലും ഉപ്പിടാൻ മറന്നു പോകരുത്. അപ്പോൾ ഉപ്പും നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ലേശം കൂടെ നമ്മുടെ കാന്താരി മുളകും അതിൻ്റെ ഒപ്പം പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഈ ഇല ആഡ് ചെയ്തത്. പിന്നെ നല്ല രീതിയിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. നല്ല തീയിൽ, ഹൈ തീയിൽ തന്നെ, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുത്തിട്ട് വേണം ചെറിയ തീയിലേക്ക് അടച്ചു വെച്ച് വെക്കുക. നല്ല ടേസ്റ്റാണ്, വൈറ്റമിൻ എ ആണ്. അതുപോലെ ഇലക്കറികൾ എന്ന് പറയുമ്പം പോഷക സമ്പന്നമായ സംഭവമാണ്. നമ്മുടെ വീടുകളിലെല്ലാം, അധിക വീടുകളിലുള്ള ഒരു സംഭവമാണിത്. നമുക്ക് ഈസി ആയിട്ടും വളരെ ടേസ്റ്റായിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സാധാരണയുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് വരുമ്പം തന്നെ നല്ലൊരു മണം വരും. ആ മണം വന്നാൽ നമുക്കറിയാം ഇത് ടേസ്റ്റ് ആയിട്ടുണ്ട് എന്ന്. ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കലാണ്. ഒരു 15-20 മിനിറ്റ് ഓളം ചെറുങ്ങനെ അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ ഇതായി. അത്രയ്ക്കേ വേണ്ടയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയുണ്ടല്ലോ, അത് ചേർക്കലാണ്. മുട്ട ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമൊന്നും വേണ്ട, ചെറിയ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാവുന്നതാണ്. നല്ല രസമാണ്.
അതൊരു ഭംഗി വാക്കായിട്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഇല നമ്മൾ വെറുതെ കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായിട്ട് ഈ ഒരു മുട്ടയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുമ്പം അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് നമ്മൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു മാർഗം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യണം, അങ്ങനെ ഷെയറും ലൈക്കും കമൻറ്റും കൊണ്ട് സമ്പന്നമാക്കണം എന്നും കൂടി ഈ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.